19-ാം വയസ്സിൽ ഒരു ബിസിനസ്സുകാരനാവാൻ വേണ്ടി ദുബായിലേക്ക് പോയി. അവിടെ ഒരുപാട് കാലം വ്യവസായം ചെയ്ത് നല്ലൊരു വ്യവസായി എന്ന് പേര് കേട്ടതിന് ശേഷം പിന്നീട് ഒരുപാട് കാലം നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കലാകാരൻ വളരെ യാദൃശ്ചികമായി രാഷ്ട്രീയത്തിലെത്തുകയും ഇപ്പോൾ മന്ത്രിപദം അലങ്കരിക്കുകയും ചെയ്യുന്ന ശ്രീ മഞ്ഞളാംകുഴി അലിയാണ് ഇന്നത്തെ സ്മൃതി മുദ്രകളിലെ അതിഥി. സർ, സ്മൃതി മുദ്രകളിലേക്ക് സ്വാഗതം. സാറിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, ഒരു വ്യവസായിയാണ്, പിന്നെ നമ്മുടെ എല്ലാം സ്വന്തം മാക് അലി സാർ, അതായത് സിനിമാ നിർമ്മാതാവാണ്. വളരെ വളരെ മനോഹരമായ മലയാളത്തിൽ പ്രേക്ഷകരെന്നും നെഞ്ചിലേറ്റിയ ഒരുപാട് ചലച്ചിത്രങ്ങൾ സാർ നിർമ്മിച്ചിട്ടുണ്ട്. സിനിമാ പ്രൊഡക്ഷനിലേക്ക് വരാനുള്ള കാരണം ഇതെല്ലാം കൂടെ വ്യക്തമാകും സാർ. ഞാൻ ആദ്യമായി നിർമ്മിച്ചത് ധ്വനി എന്ന പടമാണ്. അത് ശ്രീ എ.ടി. അബു എൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു, പെരുന്തമണ്ണക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സിനിമയിൽ കുറേ കാലം നടന്നൊരു ബ്രേക്കില്ലാതെ ഇങ്ങനെ ഉഴലുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും പലപ്പോഴും, എന്നോട് സിനിമ എടുക്കാൻ അദ്ദേഹം ഒരിക്കലും ആവശ്യപ്പെടില്ല ഡയറക്റ്റായിട്ട്, പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ സങ്കടങ്ങളൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞാനൊരു സിനിമ എടുത്താലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അത് നിങ്ങളെ തീരുമാനം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പടം എടുക്കുക ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യം പോയി PR നാഥൻ, അദ്ദേഹം പിന്നെ ഒരു പുതുതായിട്ട് വരുന്നൊരു എഴുത്തുകാരനായിരുന്നു, അദ്ദേഹത്തെ കണ്ടു. അതുപോലെ തന്നെ പിന്നെ നല്ല പിന്നെ എല്ലാ കാര്യവും അതിൽ പ്രത്യേകമായിട്ടുണ്ടാവണം. അപ്പോൾ അദ്ദേഹം പിന്നെ യൂസുഫ് അലി കച്ചേരി, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പോയി പാട്ട് എഴുതാൻ പറഞ്ഞു. പാട്ട് ഇങ്ങനെ സംസാരിച്ച് ആ സമയത്താണ് നൗഷാദ് സാബിൻ്റെ കാര്യം പറയുന്നത്. അതെങ്ങനെയാണ് സാർ, അതൊരു ഐഡിയ ആരാണ് ആദ്യം? അല്ല, അത് പിന്നെ ശ്രീ യൂസുഫ് അലി തന്നെയാണ്. അദ്ദേഹം പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാനൊന്ന് ആവശ്യപ്പെട്ടത് എല്ലാത്തിനും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി പടത്തിനുണ്ടാവണം. ആ പടത്തിലുള്ള ഓരോരോ സീനിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ഫേസുള്ള ഒരു പിന്നെ അഭിനേതാവ് മാത്രമുള്ള അഭിനയിച്ചിട്ടില്ല. അല്ലാതെ ഒരു പുതുമുകൾ ചെറിയ ചെറിയ റോളുകളൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാത്തിനും ഒരു സീനിൽ വരുന്ന ഒരാളാണെങ്കിലും അതിന് അഭിനയിച്ച് തഴക്കം വന്ന ഒരാൾ നമ്മളിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പടം ധ്വനിയിലേക്ക് പിന്നെ പടത്തിന് പോയത്. അന്ന് എൻ്റെ പിന്നെ മദറൊക്കെ ഹജ്ജിന് പോയ സമയം, അപ്പോൾ വീട്ടിലാരും ഇല്ല. ഞാൻ അവരൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്തായാലും ഒരു ഒബ്ജക്റ്റീവ് വരുന്ന ആ സമയത്ത് ഞങ്ങൾ ഒരു മുസ്ലിം പിന്നെ കുടുംബത്തിൽ വരുന്ന ഒരു ഓർത്തഡോക്സ് മുസ്ലിം കുടുംബത്തിൽ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഹറാമായ ഒരു കാര്യമാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നൊന്നും അവരൊന്നും ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇത് വീട്ടിൽ പറയാതാണ് സാർ? വീട്ടിൽ പറയാതെയാണ്, ആരോടും പറയാതെ, വൈഫിനോട് പോലും പറഞ്ഞിട്ടില്ല, ആരോടും പറയാതെയാണ് ഈ സിനിമ നമ്മൾ ആദ്യമായിട്ട്. വൈഫിന് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ പിന്നെ ശേഷം അറിയാം, പക്ഷേ ഒരു പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ഒരു പടത്ത് ഒരു ഫോട്ടോ പോലും, ഒരു പൂജയ്ക്ക് പോലും ഞങ്ങളൊരു മുമ്പിൽ നിൽക്കാന്നുള്ളൊരു പിന്നെ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് വളരെ വലിയ മനോഹരമായിട്ടത് പിന്നെ കൊണ്ടുവന്നു. അതിന് പിന്നെ ശേഷം അതിന് ഫലവും കിട്ടി, ഒരു നല്ല പടമായിട്ട് വന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിന് സമയം, ഇപ്പോൾ അതിന് കുറേയധികം ഗുണങ്ങളുണ്ട് ആ പടത്തിന്. ഒന്ന്, നൗഷാദ് സാബിന് ആദ്യമായിട്ട് അദ്ദേഹം അതന്നെ സൂപ്പർ സോങ്സ് ആണ്, ഇന്ത്യയിൽ തന്നെ പിന്നെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത്. ഞാൻ പോയിരുന്നു മദ്രാസ്, ദുബായിലാണ്. ഇവർ രണ്ടുപേരാണ് ആദ്യമായിട്ട് പോയത്. അദ്ദേഹത്തോട് കണ്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം വില്ലിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നില്ല, മലയാളത്തിൽ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് ഭാഷ അറിയാതെ ഞാനൊരു പടം ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു, എന്നെ ഇവർ വിളിച്ചു. ഞാൻ ഒരു ദിവസം രാത്രി വന്ന് അദ്ദേഹത്തെ പിറ്റേ ദിവസം പോയി കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഒരു അഡ്വാൻസ് കൊടുത്തു, ചെറിയ രീതിയിലൊരു അഡ്വാൻസ് കൊടുത്തു. അദ്ദേഹം മലയാളത്തിൽ പടം ചെയ്യാമെന്നുള്ള താല്പര്യത്തോടു കൂടി പിന്നെ മദ്രാസിലേക്ക് വന്നു. അപ്പോൾ അതൊരു വലിയ ആദ്യത്തെ പടം എന്നുള്ള നിലയിൽ, ഞങ്ങളൊരു ബ്രാൻഡ് എന്നുള്ള ഒരു പുതിയത് എന്നുള്ള നിലയിൽ അത് ഞങ്ങൾ സക്സസ്ഫുൾ, സേഫ് ലാൻഡിങ് ആയിരുന്നു. നസീർ സാറിൻ്റെ അവസാനത്തെ പടമായിരുന്നു. അത് മാത്രമല്ല, നസീർ സാർ ഈ ഫീൽഡിൽ നിന്നും ഏകദേശം വിട്ടു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആകെ ഒരു 1.5 വർഷക്കാലം അദ്ദേഹം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നസീർ സാറിനെ പിന്നെ ആയിരുന്നില്ല ഞങ്ങളിതിൽ മാസത്തിൽ ആ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് പിന്നെ മധുസാറായിരുന്നു. മധുസാറിന് പക്ഷേ പെട്ടെന്ന് എന്താ അത്യാവശ്യം കാരണം അദ്ദേഹത്തിന് പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒഴിവായി. പിന്നെ ഗോപി സാറെ ഞങ്ങൾ കണ്ടു. പിന്നെ അദ്ദേഹത്തെ പിന്നെ അഭിനയിപ്പിക്കാനുള്ള ശ്രമം നടത്തി, അത് നടന്നില്ല. പിന്നെ അവസാനം നസീർ സാറിനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഫോൺ ചെയ്യാൻ ചെയ്തത്. ഞാൻ തന്നെ നേരിട്ട് വിളിക്കുകയാണ്, എനിക്കൊരു ബന്ധമില്ല. അതെന്താണ് ആ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത്രയും സോഫ്റ്റായി സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമാണ് ഷൂട്ടിങ്. അപ്പോൾ അദ്ദേഹം വിവരങ്ങളൊക്കെ അറിഞ്ഞു. അബുവിനോട് തന്നെ വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞു. അബു പിന്നെ ടെലിഫോൺ ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം, കോഴിക്കോട്ടേക്ക് വരാം, എന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കണം. അദ്ദേഹം കോഴിക്കോട്ടേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹം അവസാനം എഗ്രി ചെയ്തു. പിന്നെ അതിനെ കൃത്യമായിട്ട് അഭിനയിക്കാൻ കൃത്യമായിട്ട് വളരെ സൂട്ടബിളായിട്ടുള്ള ആളായിരുന്നു നസീർ സാറ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. ആഢ്യത്തുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം പിന്നെ അഭിനയം കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. സാധാരണ ഒരു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
വളരെ മനോഹരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ. ജയറാമേട്ടനെ സെലക്ട് ചെയ്യാനുള്ള കാരണം ജയറാമേട്ടൻ അന്ന് പുതുമുഖം, വളരെ എനിക്ക് തോന്നുന്നു അപരൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പടമാണ്. അല്ല, അപരൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ആ സമയത്താണ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ കാണുന്നതും പിന്നെ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതും. ജയറാമിൻ്റെ രണ്ടാമത്തെ പടം. അപ്പോൾ അതിന് അങ്ങനെ കുറേ പ്രത്യേകത ഉണ്ട്. പിന്നെ വളരെ നല്ല മനോഹരമായിട്ടുള്ള സോങ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. സോങ്സ് എന്ന് പറഞ്ഞപ്പോൾ സാറിന് ഇതിൽ ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് സാറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അതിൽ ഈ 6 പിന്നെ പടങ്ങൾ, 6 പിന്നെ പാട്ടുകൾ വളരെ ഓരോന്നും ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ മഞ്ചീര ധ്വനിയെടുത്തി എന്നുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ, അതാണ് ഏറ്റവും മാനസ് നിലയിൽ, അതാണ് ഏറ്റവും എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നൊരു പാട്ടാണ്. സാറിന് ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്ത മാനസ നിലയിൽ എന്നുള്ള പാട്ട് തന്നെ നമുക്ക് കേൾക്കാം സാർ. ഓക്കെ, റൈറ്റ്. മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. ഭാവനയാകും പൂവനെ നിനക്കായി വേദിക പണിതുയർത്തി. വേദിക പണിതുയർത്തി. മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. രാഘവതീ നിൻ രമ്യശരീരം രാജിതഹാരം മാനദസാരം. വാക്കുന്നു ചില്ലി വിൺമലർവല്ലി ദേവദുകൂലം മഞ്ജുകപോലം. പാലും തേനും എന്തിനും